നമുക്ക് രക്ഷപ്പെടാനുള്ള മാർഗം ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് കാണിച്ചു തന്ന മാർഗം പിൻപറ്റുക, അവിടുത്തെ അനുകരിക്കുക, അനുധാവനം ചെയ്യുക എന്നതാണ്. അതുതന്നെയാണ് ഇഷ്ക് എന്നുള്ളത്. മഹാന്മാരായ മശായിഖന്മാർ, പണ്ഡിത മഹത്തുക്കൾ, അയിമ്മത്തുകൾ, അവരുടെയൊക്കെ വിജയത്തിൻ്റെ കാരണം അവിടുത്തെ മഹബത്ത് തന്നെയാണ്. അഷ്റഫുൽ വറാ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് കാണിച്ചു തന്ന മാർഗം അത് പള്ളിക്കും വ്യത്യാസപ്പെടാതെ ജീവിക്കുക എന്നുള്ളത് തന്നെയാണ്. അവിടുന്ന് നമ്മിലേക്ക് പകർന്നു തന്ന ആ ജീവിതം, അഷ്റഫുൽ വറാ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം പരിശുദ്ധമായ ഖുർആനായിരുന്നു. അവിടുത്തെ സ്വഭാവം ഖുർആനായിരുന്നു. ആ ഖുർആനിൻ്റെ വ്യാഖ്യാനമാണ് അവിടുത്തെ ജീവിതം അഥവാ ഹദീസ്, അതിൻ്റെ വിശദീകരണമാണ്. അപ്പം അവിടുത്തെ ഒരു മഹബത്ത് വെച്ച്, അവിടുത്തെ ഇഷ്ക് വെച്ചുകൊണ്ട് നമ്മൾ അവിടത്തോട് അനുകരിച്ചാൽ തീർച്ചയായും നമുക്ക് വിജയം കൈവരിക്കാൻ സാധ്യമാകും. മഹബത്ത് വെക്കുന്നത് പോലെ യഥാർത്ഥമായ മഹബത്തായിരിക്കണം. അസ്ഹാബുൽ കഹ്ഫിൻ്റെ നായ അത് സ്വർഗത്തിലാണ്. അതിൻ്റെ കാരണം ഇവരെ സ്നേഹിച്ചുകൊണ്ട് ആ നായ മുന്നോട്ട് പോയി എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആയത്തിൽ ചിന്തിച്ചാൽ, മനസ്സിലാക്കിയാൽ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ നമുക്കുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മേവരെയും ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇഷ്ക് വെക്കുന്ന ആഷിഖ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ആഷിഖീങ്ങളിൽ അല്ലാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരായ നമ്മൾ സൃഷ്ടിച്ചത് തന്നെ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒടുവിൽ നിന്നാണ്. അപ്പോൾ ആ ഒളിവിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട നാം അവിടത്തിൽ നമ്മൾ വസൂലാവേണ്ടതുണ്ട്. വലിയ വിഷയമാണ്, ദീർഘമായി പറയേണ്ട വിഷയമാണ്. ഞാൻ അതിലേക്കൊന്നും പ്രവേശിക്കുന്നില്ല. നമ്മുടെ ശരീരം, ഈ തടി, അതിനെ മെരുക്കിക്കൊണ്ട് ഒരുപാട് ആഗ്രഹങ്ങളുണ്ടാകും. നമ്മുടെ ജീവിയാണ്. ഇവിടെ ജന്തു സ്വഭാവമാണ് ജീവികൾക്കൊക്കെ ഉണ്ടാകുക. അപ്പം ആ
സ്വഭാവം നമ്മിൽ നിന്ന് മാറ്റി അള്ളാഹുവിൻ്റെ പ്രീതി കരസ്ഥമാക്കാൻ അഷ്റഫുൽ വറാ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബത്ത് വെച്ച് അവിടെ അനുധാവനം ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്തുക. അവിടുന്ന് നമുക്ക് കാണിച്ചു തന്ന മാർഗം, പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് നമ്മുടെ പൂർവികന്മാരായ മശായിഖന്മാർ, അയിമ്മത്തുകൾ, മുജ്തഹിദീങ്ങൾ, സ്വഹാബത്ത്, താബിഈങ്ങൾ, താബിഈങ്ങൾ അങ്ങനെ നമ്മിലേക്ക് അനുസൃതം കൈമാറപ്പെട്ട പരിശുദ്ധമായ നേർമാർഗം അഥവാ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം അത് ജീവിതത്തിൽ അത് അക്ഷരം പതി അത് അനുസരിച്ചു കൊണ്ട് ജീവിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പം അതിന് നമ്മൾ നമ്മുടെ ഓരോ സന്ദർഭങ്ങളും നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. ഓരോ സന്ദർഭങ്ങളെന്ന് പറയുമ്പോൾ നമുക്കൊരുപാട് അവസ്ഥകളുണ്ടാവും. ഒന്ന് നമ്മുടെ യുവത്വമാണ്. ആ യുവത്വം നല്ലതിന് വേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. നമുക്ക് ആരോഗ്യമുണ്ടാകുന്ന അവസരം അത് നമുക്ക് നല്ല കാര്യത്തിലായി ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. നമുക്ക് ഐശ്വര്യമുണ്ടാകും, സമ്പത്തുണ്ടാകും, അതും നമ്മൾ നല്ല കാര്യത്തിന് ഉപയോഗപ്പെടുത്തുക. അതുപോലെ തന്നെ ഒഴിവ് സമയവും അത് ഉപയോഗപ്പെടുത്തുക. അതുപോലെ തന്നെ നമ്മുടെ ജീവിതം, മരണത്തിന് മുമ്പുള്ള ജീവിതവും ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 5 കാര്യം വന്നെത്തുന്നതിന് മുമ്പ് 5 കാര്യം നീ നിയമത്തെടുക്കുക, നീ ഉപയോഗപ്പെടുത്തുക. അത് ഈ പറഞ്ഞ 5 കാര്യമാണ്. ഒന്ന് യുവത്വമാണ്. ആ യുവാക്കൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം അത് വാർദ്ധക്യത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം വാർദ്ധക്യത്തിൽ നമ്മൾ എത്തുന്നതിന് മുമ്പ് നമ്മുടെ യുവത്വവും ആരോഗ്യത്തിൻ്റെ അവസരം, നമുക്ക് രോഗമുണ്ടാകുന്നതിന് മുമ്പ് ആരോഗ്യമുള്ള അവസരവും നമുക്ക് ഐശ്വര്യമുണ്ടാകുന്ന അവസരം, നമ്മൾ ദരിദ്രരാകുന്നതിന് മുമ്പ് ചിലപ്പോൾ നല്ല ഐശ്വര്യവാനായി നമ്മൾ ജീവിക്കുമ്പോൾ ചിലപ്പോൾ പെട്ടെന്നായിരിക്കും നമ്മൾ ദരിദ്രനാവുക. അപ്പോൾ ഐശ്വര്യത്തിൻ്റെ അവസരത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ അത് ഉപയോഗപ്പെടുത്തി നമുക്ക് ഒഴിവ് സമയമുണ്ടാകും. ആ ഒഴിവ് സമയം ജോലിത്തിരക്ക് നമുക്ക് വരാനിരിക്കുന്നുണ്ട്. അപ്പോൾ തിരക്ക് പിടിച്ച ജീവിതത്തിന് മുമ്പ് ഒഴിവ് സമയവും, പിന്നെ മരണം നമുക്ക് വരാനുണ്ട്. ആ മരണത്തിന് മുമ്പ് നമ്മുടെ ജീവിതവും അതൊക്കെ ഉപയോഗപ്പെടുത്തി നല്ല കാര്യത്തിലായി വിനിയോഗിച്ചുകൊണ്ട് നമ്മുടെ ഓരോ സന്ദർഭങ്ങളും നമ്മൾ മുതലാക്കുക. അങ്ങനെ നല്ലൊരു ജീവിതം ചിട്ടപ്പെടുത്തി ജീവിച്ച് നല്ലവരായി തീരാൻ നമുക്ക് വളരെയധികം പരിശ്രമിക്കുകയും അധ്വാനിക്കുകയും വേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ജീവിതം ചിട്ടപ്പെടുത്തി ജീവിക്കാൻ അല്ലാഹു നമുക്ക് എല്ലാവിധ തൗഫീഖും നൽകി അനുഗ്രഹിക്കട്ടെ. അഷ്റഫുൽ വറാ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആശിക്യങ്ങളിൽ നമ്മെ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന തിരുവാക്യത്തിൽ ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس.
الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم صل على محمد عدد ما في علم الله صلاة دائمة بدوام ملك الله، صلاة تنجينا بها من جميع الأهوال والبليات وتسلمنا بها من جميع الأسقام والآفات وتطهرنا بها من جميع السيئات وتغفر لنا بها جميع الخطيئات وتقضي لنا بها جميع الحاجات وترفعنا بها عندك على الدرجات وتبلغنا بها أقصى الغايات من جميع الخيرات في الحياة وبعد الممات. اللهم أوصل وبلغ مثل ثواب ما قرأناه من القرآن العظيم وما صليناه. هذه هدية واصلة ورحمة نازلة وبركة شاملة منا إلى حضرة روح نبينا وشفيعنا وحبيبنا وهادينا ومعشوقنا مصطفى محمد صلى الله عليه وسلم. اللهم ارزقنا في الدنيا زيارته مرارا وفي الآخرة شفاعته ولا تحرمنا رؤيته. وإلى أرواح آبائه وإخوانه من الأنبياء والمرسلين، وإلى أرواح أزواجه الطاهرات أمهات المؤمنين، وإلى أرواح ساداتنا صحاب البدريين والحديين جميع الصحابة والقرابة كلهم أجمعين، وإلى أرواح جميع الأنبياء والأولياء والعلماء والشهداء والصديقين والصالحين، وإلى أرواح مشايخنا ومشايخ مشايخنا كلهم أجمعين. اللهم بجاههم وبشرفهم يسر عسيرنا وسهل أمورنا واقض حاجاتنا واشف أمراضنا وأد ديوننا وبلغ آمالنا ودفع بلياتنا. اللهم بارك لنا فيما أعطيتنا، اللهم بارك لنا في مجلسنا هذا. اللهم وما قضيت لنا من أمر فاجعل عاقبته خيرا. اللهم اشف أمراضنا وأمراض مرضانا يا شافي يا كافي يا معافي يا رب العالمين. اللهم بجاه نبيك المصطفى ورسولك المرتضى طهر قلوبنا من كل وصف يباعدنا عن مشاهدتك ومحبتك، وأمتنا على السنة والجماعة والشوق إلى لقائك يا ذا الجلال والإكرام. റഹ്മാൻ റഹീമീനായ സയ്യിദായ തമ്പുരാനെ ഞങ്ങളുടെ സദസ്സിനെ കബൂലാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, അഷ്റഫുൽ വറാ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബത്ത് വെക്കുന്ന ഇഷ്ക് വെക്കുന്ന ആശിക്യങ്ങൾ ഞങ്ങൾ ഉൾപ്പെടുത്തണേ റഹ്മാനെ. അല്ലാഹുവേ, അവിടുത്തെ ഷറഫാക്കപ്പെട്ട കരങ്ങളെ കൊണ്ട് ഔസറപ്പാനീയം കുടിക്കാൻ ഞങ്ങൾക്കൊക്കെ തൗഫീഖ് നൽകണേ റഹ്മാനെ. അവിടുത്തെ ഷഫാഅത്ത് ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, അവിടത്തോടു കൂടെ സ്വർഗത്തിൽ ഞങ്ങൾക്ക് പ്രവേശനം നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും ദൂരീകരിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ രോഗങ്ങളൊക്കെ ശിഫയാക്കണേ റഹ്മാനെ. ഞങ്ങളുടെ സന്താനങ്ങളെ സ്വാലിഹീങ്ങളാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ജോലിയിലും കൃഷിയിലും കച്ചവടത്തിലൊക്കെ ഖൈറും ബറക്കത്തും ഏറ്റിത്തരണേ റഹ്മാനെ. റഹ്മാനും റഹീമുമായ നാഥ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബങ്ങൾ, സഹോദരന്മാർ, ഭാര്യമാർ, ഭർത്താക്കൾ എല്ലാവർക്കും നീ മഗ്ഫിറത്തും റഹമത്തും നൽകണേ റഹ്മാനെ. അവരെയും ഞങ്ങളെയും അഷ്റഫുൽ വറാ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ജോലിയിലൊക്കെ ഖൈർ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, പരിശുദ്ധമായ ഹജ്ജും ഉംറയും ചെയ്യാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റഹ്മാനെ. ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗള ജീവിതത്തിൽ പല പ്രാവശ്യം സിയാറത്ത് ചെയ്യാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റഹ്മാനെ. റഹ്മാനും റഹീമുമായ നാഥ, ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കി തരണേ റഹ്മാനെ. ഞങ്ങൾക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ എല്ലാ കാര്യത്തിലും നീ ഖൈറും റാഹത്തും നൽകണേ റഹ്മാനെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وأدخلنا الجنة مع الأبرار يا عزيز يا غفار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. واغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين.
സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.